ഹലോ നമസ്കാരം. ലേൺ വൈസ് എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് PSW 125 സോഷ്യൽ കേസ് വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്ന പേപ്പറിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 പാർട്ട് 2 സെഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇൻ വെസ്റ്റേൺ കൺട്രീസ് ആൻഡ് ഇന്ത്യ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഒരു സോഷ്യൽ കേസ് വർക്ക് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സോഷ്യൽ കേസ് വർക്കിലേക്ക് നമ്മുടെ സോഷ്യൽ കേസ് വർക്ക് എത്തി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാലത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഒരുപാട് പ്രോസസ്സിങ്ങിനൊക്കെ വിധേയമായിട്ടാണ് സോഷ്യൽ കേസ് വർക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. നമുക്കത് പഠിക്കാനുള്ള ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഡിഫറെന്റ് കാലഘട്ടത്തെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് കാലഘട്ടമായി ക്ലാസിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ കേസ് വർക്കിന്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഏർലി ബിഗിനിങ്സിന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1843 അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഫോംഡ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് AICP അഥവാ അസോസിയേഷൻ ഫോർ ഇംപ്രൂവിംഗ് ദ കണ്ടീഷൻ ഓഫ് പുവർ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാല് പോവർട്ടി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അനുഭവിക്കുന്ന ആൾക്കാരെ മോർ ഇൻഡിവിജ്വലി ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു AICP ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ എയിം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ പോയിട്ട് ആ ഒരു ഹോം വിസിറ്റുകൾ നടത്തുക, അവർക്ക് എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഇമോഷണലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു അസിസ്റ്റൻസ്, അതിനൊരു കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഇതുവഴി അറ്റ്മോസ്റ്റ് അവരുടെ സെൽഫ് റെസ്പെക്ട്, അവരുടെ സെൽഫ് റിലയൻസ് അതൊക്കെ ഒന്ന് ബെറ്റർ ആക്കുന്നത് വഴി അവരെ എക്കണോമിക്കലി എന്തെങ്കിലും എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അവരെ എക്കണോമിക്കലി ഒന്ന് എംപവർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കൂടെ അവർക്ക് ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് AICP എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് 1892 ന്യൂയോർക്കില് ഫസ്റ്റ് പ്രൊഫഷണൽ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റോട് കൂടി സൊസൈറ്റിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. എന്ത് അണ്ടർസ്റ്റാൻഡിങ്? സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് ആർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല. അതിനു വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ ട്രെയിൻഡ് ആയിട്ട് ഒരു പ്രൊഫഷണൽ സ്കിൽസും പ്രൊഫഷണൽ നോളജും ഒക്കെ സോഷ്യൽ കേസ് വർക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഈ ഒരു ഫസ്റ്റ് പ്രൊഫഷണൽ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിന്റെ എസ്റ്റാബ്ലിഷ്മെന്റോട് കൂടി ആ ഒരു റിയലൈസേഷൻ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ പ്രോബ്ലംസ് വരുന്നത് വഴി നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നിക്സുകൾ വഴി അത്തരം പ്രോബ്ലംസ് ഡീൽ ചെയ്യാൻ പറ്റാതായി, അത്തരം പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതെയായി. അവിടെ നമുക്ക് നമ്മുടെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ ആവശ്യമായിട്ട് വരികയും അതിന് പ്രൊഫഷണൽ ട്രെയിനിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ഈ ഒരു പ്രൊഫഷണൽ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റോട് കൂടി സംഭവിച്ചിട്ടുള്ളത്. ദെൻ 1877 കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതാണ് അമേരിക്കൻ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി. 1877 ഈ ഒരു അമേരിക്കൻ ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ഓർഗനൈസേഷന്റെ എയിം എന്താണെന്ന് വെച്ചാല് നമ്മൾക്ക് പുവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും അല്ല, മോർ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമേരിക്കൻ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി 1877 ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഈ ഓരോ ഇൻഡിവിജ്വൽസിനെയും സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നീഡൊക്കെ അസസ് ചെയ്തിട്ട് അവരുടെ ആക്ച്വൽ കോസ് എന്താണ് ആ ഒരു പ്രോബ്ലത്തിന്റെ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഫോം ചെയ്തിട്ടുള്ള ഒരു വോളണ്ടിയേഴ്സ് ഉണ്ട്. ആ വോളണ്ടിയേഴ്സ് അറിയപ്പെടുന്നത് ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് ആണ്. ഈ അമേരിക്കൻ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ഫ്രണ്ട്ലി വിസിറ്റേഴ്സിനെ വെച്ചുകൊണ്ട് ഈ ആപ്ലിക്കൻസിന്റെ നീഡൊക്കെ അസസ് ചെയ്ത് അവർക്കൊരു സെൻട്രൽ രജിസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽപ്പുകളെ റെക്കോർഡ് ചെയ്ത് വെച്ച് റിലീഫ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഗിവ് ചെയ്യാനാണ് അമേരിക്കൻ ചാരിറ്റി ഓർഗനൈസേഷൻ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ 1914 to 1917 കാലഘട്ടത്തിലാണ്
ഒരു സോഷ്യൽ കേസ് വർക്കിന് പ്രൊഫഷണൽ ട്രെയിനിങ് ആവശ്യമായിട്ട് വന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഒരു ഫസ്റ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ സോഷ്യൽ കേസ് വർക്കിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു 1914 to 1917 എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ കൂടുതലായിട്ടും ഈ ഒരു സോഷ്യൽ കേസ് വർക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഒരു മെഡിക്കൽ മോഡലിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ മെഡിക്കൽ മോഡല്? കൂടുതലും സിക്ക് ആയിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുക, അതിനെയാണ് സോഷ്യൽ കേസ് വർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരുന്നത്. അതാണ് നമ്മൾ മെഡിക്കൽ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിക്ക് ആയിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു എയിം ആണ് നമ്മൾ മെഡിക്കൽ മോഡലിലൂടെ സോഷ്യൽ കേസ് വർക്ക് ഒരു 1914 to 1917, അതായത് ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈമിലാണ് വർക്ക് വിത്ത് കേസ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഫസ്റ്റ് നാഷണൽ കോൺഫറൻസ് USA നടന്നിട്ടുള്ള ഫസ്റ്റ് നാഷണൽ കോൺഫറൻസിൽ വർക്ക് വിത്ത് കേസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ആ ഒരു ടേം ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് എന്താ, സിക്ക് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുക. ആ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോഡേൺ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി, ഒരുപാട് പ്രോബ്ലംസ് എമേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് നമ്മുടെ ട്രഡീഷണൽ വേയിൽ നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റാതായി വന്നു. ആ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു സോഷ്യൽ കേസ് വർക്കർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ ഒരു പ്രൊഫഷണൽ സ്കിൽ ആൻഡ് നോളജ് ഒക്കെ എൻഹാൻസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ എമേർജ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒരു സമ്മർ ട്രെയിനിങ്ങിന്റെ ഫോമിലാണ് ആദ്യകാലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഫലമായിട്ട് ഒരുപാട് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കുകൾ ഇത്തരം ആ ഒരു സ്കൂൾസിനോട് കൂടെ തന്നെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഏജൻസീസ് കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. ദെൻ അതുകൊണ്ട് തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകളുടെ ആവശ്യകത ഇമ്പോർട്ടന്റ് ആയി വന്നതുകൊണ്ട് തന്നെ സമ്മർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഒന്നൊരു ആസ്പെക്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു റെഗുലർ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ കേസ് വർക്കർക്ക് മോർ പ്രൊഫഷണൽ ആണെന്നുള്ള, അവരൊരു പ്രൊഫഷണൽ ആണ് എന്നുള്ള ഒരു റെക്കഗ്നീഷൻ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് കിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. ദെൻ ഇവിടെ ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് മിസ് മേരി റിച്ച്മണ്ടും ഫ്രാൻസിസ് മെക്ലീനും ഒക്കെ. അവർക്ക് ഓൾറെഡി പ്രൊഫഷണൽ ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുണ്ട്. സോ അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കിൽ ആൻഡ് നോളജ് ഒക്കെ അവര് സ്പെഷ്യലൈസ്ഡ് സർവീസ് തൗസൻഡ്സ് ഓഫ് ക്ലയൻസുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദെൻ 1917 1917 മേരി റിച്ച്മണ്ട് സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോഷ്യൽ കേസ് വർക്കിന്റെ മദർ ആയിട്ട് അറിയപ്പെടുന്നത് മിസ് മേരി റിച്ച്മണ്ട് ആണ്. എന്തുകൊണ്ടാണ്? മേരി റിച്ച്മണ്ട് നമ്മുടെ സോഷ്യൽ കേസ് വർക്കിന് സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിലൂടെ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെയാണ് നമ്മുടെ സോഷ്യൽ കേസ് വർക്കിന്റെ മദർ ആയിട്ട് മേരി റിച്ച്മണ്ട് അറിയപ്പെടുന്നത്. ഈ ഒരു സമയത്താണ് ഫസ്റ്റ് വേൾഡ് വാർ സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് കൂടുതലായിട്ടും ഒരു സോഷ്യൽ ഫാക്ടറിനെ അല്ലെങ്കിൽ ഒരു എൻവിറോൺമെന്റൽ ഫാക്ടറിനെയാണ് അത് കാരണമാണ് ഹ്യൂമൻസിന് ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ പ്രോബ്ലം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പോവർട്ടി ലെവൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത് എന്നാണ് സോഷ്യൽ കേസ് വർക്ക് വിശ്വസിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, നമുക്ക് വേൾഡ് വാർ വന്നതോടുകൂടി നമുക്കറിയാം ഒരു വേൾഡ് വാർ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. നമ്മുടെ ലവ്ഡ് വൺസിനെ നഷ്ടമാകും, നമ്മൾ അതുവരെ ഏൺ ചെയ്തിരുന്ന നമ്മുടെ ഭൂമികൾ നഷ്ടമാകും, നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ്, ഫിനാൻഷ്യൽ ഡിപ്രഷൻ ഉണ്ടാകും. ഒരു ഇൻഡിവിജ്വലിന് മാത്രമല്ല ഒരു രാജ്യം തന്നെ കംപ്ലീറ്റ്ലി തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഒരു വേൾഡ് വാർ എന്നുള്ള ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുക. സോ ആ ഒരു സമയത്താണ് സോഷ്യൽ കേസ് വർക്കിന് മോർ എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രഷറിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഒരു വേൾഡ് വാർ സംഭവിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ കൂടുതലും സോഷ്യൽ കേസ് വർക്കിന്റെ ബേസിസ് നമ്മൾ വിശ്വസിച്ചിരുന്നത് ഹ്യൂമൻ ബിഹേവിയർ ആയിരുന്നു.
സോ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്തോടു കൂടെയാണ് അവിടെ എത്രത്തോളം പ്രശ്നങ്ങൾ ആൾക്ക് നേരിടേണ്ടി വരുന്നു, ആ ഒരു പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽസിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യവും സൊസൈറ്റിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു വേൾഡ് വാറിന്റെ കാലഘട്ടത്തിലാണ്. സോ ഈ ഒരു കാലഘട്ടത്തിലാണ് മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്കിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടി വന്നത്. ആ ഒരു സമയത്ത് ഇപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എന്താ പറയാ, ലവ്ഡ് വൺസിനെ ഒക്കെ നഷ്ടമാകുന്നതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു ഇമോഷണൽ പ്രഷറും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നേരിടേണ്ടതായിട്ട് വരുന്ന സമയത്ത് അവരെ സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിന്റെ മോർ പ്രൊഫഷണൽസ് ആയിട്ടുള്ള മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സേവനം ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് സോഷ്യൽ കേസ് വർക്കിന്റെ മീനിങ് എന്താണ്, മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വേൾഡ് വാർ നമ്മുടെ സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, ഒരു വൈഡ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കാലഘട്ടത്തിലാണ് സൈക്കാട്രിക്ക് ഒരു മോർ ഇമ്പോർട്ടന്റ് കിട്ടിയിട്ടുള്ളതും. ഫ്രോയിഡിന്റെ ഫോളോവേഴ്സും അവരുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ളതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ദെൻ ഒരു മോർ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കെയർ, അത് എങ്ങനെയാന്ന് വെച്ചാൽ ചിൽഡ്രൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മെന്റൽ ഹെൽത്ത് ഫോക്കസ് ചെയ്ത് ഡെലിക്വൻസി എന്ന് പറഞ്ഞാൽ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്റ്റിലൊക്കെ സോഷ്യൽ വർക്ക് ഡീൽ ചെയ്യണം എന്നുള്ള ഡിഫറെന്റ് കൈൻഡ് ഓഫ് അപ്രോച്ചുകളൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ദെൻ 1920s കാലഘട്ടത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രോയിഡിനെ പറ്റിയിട്ട്. ഫ്രോയിഡിന്റെ ഫോളോവേഴ്സിനെയും അവർ കൊടുത്തിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷനും സോഷ്യൽ കേസ് വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. സോ സോഷ്യൽ കേസ് വർക്ക് ഫ്രോയിഡിന്റെ ഒരു അപ്രോച്ച് ആയിട്ടുള്ള സൈക്കോ അനാലിസിസ് അത് അഡോപ്റ്റ് ചെയ്യുന്നത് ഈ 1920s കാലഘട്ടത്തിലാണ്. സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ഡിഫറെന്റ് ലെവൽസ് ഉണ്ടെന്ന്, അൺകോൺഷ്യസ്, പ്രികോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്, കോൺഷ്യസ്, അങ്ങനെ 3 ലെവലായിട്ട് നമ്മുടെ കോൺഷ്യസ് അവയർനെസ് ഉണ്ടെന്നും നമ്മുടെ ലെവൽ ഓഫ് അവയർനെസ് ഉണ്ടെന്നും. സോ അതിൽ അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ബറി ചെയ്ത് കിടക്കുന്നതെന്നും. സോ ആ അൺകോൺഷ്യസ് മൈൻഡിലുള്ള നമ്മുടെ കാര്യങ്ങളാണ് നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ പേഴ്സണാലിറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഫ്രോയിഡ് വിശ്വസിച്ചിരുന്നത്. സോ ഇത് കേട്ടിട്ട് ടെൻഷൻ ആവുമൊന്നും വേണ്ട, നമ്മൾ ഈ തിയറീസ് ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഈ ഒരു സൈക്കോ അനാലിസിസ് അപ്രോച്ച് നമ്മുടെ പേഴ്സണാലിറ്റിനെ, നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ പാസ്റ്റ് ലൈഫ്, നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസുകളുടെയും ഒരു സം ടോട്ടൽ ആണ് നമ്മുടെ ബിഹേവിയറും പേഴ്സണാലിറ്റിയും ഒക്കെ സൈക്കോ അനാലിസിസിലൂടെ ഫ്രോയിഡ് പറയുന്നുണ്ട്. സോ ഈ സൈക്കോ അനലിറ്റിക്കൽ തിയറി, ആ ഒരു ഫ്രോയിഡിന്റെ സൈക്കോളജി ഒക്കെ കേസ് വർക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു 1920s കാലഘട്ടത്തിലാണ്. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈക്യാട്രിക് ഡെവലപ്മെന്റ്, സോഷ്യൽ വർക്കിന്റെ ഒരു സൈക്യാട്രിക് ഡെവലപ്മെന്റിന്റെ ഒരു എറ ആയിട്ട് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സോഷ്യൽ കേസ് വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ വർക്കർ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നിന്ന് മാറിയിട്ട് അവർ മോർ ഫീൽഡിലേക്ക്, ഇപ്പൊ പ്രിസൺസ് ആയിക്കോട്ടെ, സ്കൂൾ സോഷ്യൽ വർക്ക് ആയിക്കോട്ടെ, കറക്ഷണൽ സെറ്റിംഗ്സ് ആയിക്കോട്ടെ, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ്, HR സെറ്റിംഗ്സ് ആയിക്കോട്ടെ, അങ്ങനെ കുറെ അധികം ഫീൽഡുകളിലേക്ക് സോഷ്യൽ വർക്ക് പ്രൊഫഷൻസിന്റെ ആ ഒരു മൂവ്മെന്റ് ബിഗിൻ ചെയ്യാൻ തുടങ്ങിയതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ദെൻ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആയിരിക്കാം നമ്മുടെ മുന്നിൽ വരുന്ന ഇൻഡിവിജ്വൽസിന്റെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സോഷ്യൽ കേസ് വർക്കിന്റെ സക്സസ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരുപാട് പ്രൊഫഷണൽ ട്രെയിനിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന് ഡിസിഷൻ എടുത്ത് കൊടുക്കുകയല്ല, അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പ്രോബ്ലത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ആ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയായിരുന്നോ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലത്തിന് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അവരുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ പറ്റുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ കേസ് വർക്കറുടെ റോള് എന്നുള്ളതാണ് ഈ സമയത്ത് റിയലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ 1913 ഒക്കെ ആവുമ്പോഴേക്ക് സൈക്കോ അനാലിസിസ് ഒരുപാട് കോൺട്രിബ്യൂഷൻ സോഷ്യൽ കേസ് വർക്കിന് നൽകിയിട്ടുണ്ട്. സോ കേസ് വർക്കർ ഒക്കെ അതോടെ അഡോപ്റ്റ് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും അവരുടെ ക്ലയൻസുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ മെത്തേഡ്സുകൾ
ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഗ്രാജുവലി സെവറൽ സ്കൂൾസ് ഓഫ് തോട്ട്സുകൾ ഡെവലപ്പ് ചെയ്തു. ആ സ്കൂൾസ് ഓഫ് തോട്ടിൽ പെടുന്നതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും ഓട്ടോ റാങ്കിന്റെയും ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തോട്ടുകള്. സോ ഇത്തരം സ്കൂൾസ് ഓഫ് തോട്ട്സുകൾ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. ദെൻ 1930s കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് എക്കണോമിക് ഡിപ്രഷന്റെ ഒരു കാലഘട്ടമാണ് ഈ ഒരു 1930 എന്ന് പറയുന്നത്. സോ നമ്മൾ വേൾഡ് വാറിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും അവരുടെ ബേസിക് നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, അതിനു വേണ്ടിയിട്ടുള്ള എക്കണോമിക്കലി അവർക്ക് പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നു. അത് അവർക്ക് ഒരുപാട് ഡിസ്ട്രെസ് ഉണ്ടാക്കുകയും ദെൻ അവിടെ ആ ഒരു ഇമോഷണൽ ഡിസാസ്റ്ററും ആ ഒരു ബ്രേക്ക് ഡൗണും ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ കേസ് വർക്കറുടെ ഇമ്പോർട്ടൻസും ഡേ ബൈ ഡേ വർദ്ധിച്ചു വരികയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ദെൻ ഈ ഒരു എന്ത് പറയാ ഈ ഒരു എക്കണോമിക് ഡിപ്രഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻഡിവിജ്വൽ മാത്രം ശ്രമിച്ചാൽ പോരാ, ഒരു സൊസൈറ്റി തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് പോലും നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൂടെ അവരെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കീംസുകളും സർവീസസും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ആശയം സോഷ്യൽ കേസ് വർക്ക് മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗവൺമെന്റൽ പബ്ലിക് അസിസ്റ്റൻസ് പ്രോഗ്രാമുകൾ ഈ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു ഗൈഡൻസ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ആശയമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ കേസ് വർക്ക് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ആയിരുന്നു. സോ കേസ് വർക്ക് അവരുടെ ക്ലയന്റിന്റെ ഇന്റർപേഴ്സണൽ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും അസിസ്റ്റൻസുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതുവഴി അവരെ കൂടുതൽ ബെറ്റർ ആക്കുന്നത് വഴി സൊസൈറ്റീന്റെ തന്നെ ഒരു ബെറ്റർമെന്റിന് സോഷ്യൽ കേസ് വർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ 1940s നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ വരുന്നത്. നമ്മൾ ഓൾറെഡി എക്കണോമിക് ഡിപ്രഷന്റെ ടൈമിലും നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ ടൈമിലും പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമയത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അതിനൊക്കെ സോൾവ് ചെയ്യാൻ സോഷ്യൽ കേസ് വർക്കർക്ക് പറ്റിയിട്ടുമുണ്ട്. ദെൻ ഇമ്പാക്ട് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ കേസ് വർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണൽ പ്രോബ്ലത്തിനെയും ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിനെയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ കേസ് വർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് വർദ്ധിച്ചു വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈം എന്ന് പറയുന്നത്. ഓൾസോ എക്കണോമിക്കൽ പ്രോബ്ലം ഉണ്ടായതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഇമോഷണൽ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സ്പെഷ്യലൈസ്ഡ് നീഡ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി ഏജൻസീസ് ഒക്കെ ഈ ഒരു സമയത്ത് സോഷ്യൽ കേസ് വർക്കിന്റെ അണ്ടറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ 1950s ആയപ്പോഴേക്കും സോഷ്യൽ വർക്ക് കൂടുതൽ പ്രൈവറ്റ് പ്രാക്ടീസ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ ഒരു പ്രൈവറ്റ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ ഏജൻസീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ദെൻ മോർ കേസ് വർക്ക് ഒരു കമ്മ്യൂണിറ്റി പ്രോബ്ലത്തിലേക്ക്, അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലംസ് ഒക്കെ അസസ് ചെയ്തുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽസ് ഉണ്ടാവില്ലേ, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താ, ഒരുപാട് ഇൻഡിവിജ്വൽസ് കൂടി ചേർന്നിട്ടുള്ളതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള കംപ്ലീറ്റ് ഇൻഡിവിജ്വൽസിനെ ഡീൽ ചെയ്തുകൊണ്ട് അവരെന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, എക്കണോമിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്നതായിക്കോട്ടെ, സോ അവരെയൊക്കെ ആ ഒരു പ്രോബ്ലത്തിനെയൊക്കെ അസസ് ചെയ്തുകൊണ്ട് ആ ഒരു ആക്ച്വൽ കോസ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഒരു റീസെറ്റിൽമെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു റീവാലുവേഷൻ അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ ഒക്കെ സോഷ്യൽ കേസ് വർക്ക് മോർ ഫോക്കസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ 1960s ഈ ഒരു ടൈമിലാണ് ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച്. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറെ അധികം പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വന്നു. സോ അത്തരം പ്രശ്നങ്ങളൊക്കെ അതിന്റെ കോസസ് എന്താണ് അല്ലെങ്കിൽ അതിന് ഏത് രീതിയിലുള്ള ഹെൽപ്പാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നൊക്കെ അതിന്റെ ഒക്കെ ബേസിൽ ഒരുപാട് റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ് ആവശ്യമായിട്ട് വന്നത് ഈ ഒരു 1960s കാലഘട്ടത്തിലാണ്. ദെൻ സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ആക്ഷൻ എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് സോഷ്യൽ വർക്ക് മാറിയിട്ടുള്ളതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കേസ് വർക്കിന് പുതിയ പുതിയ ടെക്നിക്സുകളും പ്രിൻസിപ്പിളും അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഈ ഒരു 1916 കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കറന്റ് ട്രെൻഡ്സ് എന്താണെന്ന് നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പഴയ ഒരു ഓൾഡർ കേസ് വർക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതലും സോഷ്യൽ കേസ് വർക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തിലേക്ക്? ഒരു എക്സ്പെരിമെന്റൽ ഏരിയാസ്
അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഏജൻസീസ് ഒക്കെ എക്സ്പെരിമെന്റ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഏജൻസികൾ ഈ കറന്റ്ലി സോഷ്യൽ വർക്കേഴ്സ് ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ വെൽഫെയറിലുള്ള സോഷ്യൽ കേസ് വർക്കിന്റെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ട് ഇപ്പോഴത്തെ കേസ് വർക്കേഴ്സ് അവെയർ ആണ്. നമ്മുടെ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ അതിന്റെ ബേസിൽ നമ്മൾ ഹ്യൂമൻസിന് എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെ ഹ്യൂമൻ വെൽഫെയർ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസിലൊക്കെ സോഷ്യൽ കേസ് വർക്ക് അവെയർ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ആസ് എ പ്രൊഫഷൻ മോർ പോപ്പുലാരിറ്റി സോഷ്യൽ കേസ് വർക്കറും സോഷ്യൽ വർക്കേഴ്സും ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് റിസർച്ചുകൾ പുതിയ പുതിയ മേഖലകളിൽ പുതിയ റിസർച്ചുകൾ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, ഒരു ഇൻഡിവിജ്വലും ആളുടെ എൻവിറോൺമെന്റും പരസ്പരം ഇന്റർഡിപെൻഡന്റ് ആണ്. ആ ഇൻഡിവിജ്വലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻവിറോൺമെന്റ് കൂടെ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകും എന്നുള്ള ഒരു പെർസ്പെക്ടീവ്സ് കൂടെ സോഷ്യൽ കേസ് വർക്കർ ഇന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇൻഡിവിജ്വൽ എന്തെങ്കിലും പ്രോബ്ലം നേരിടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അവരുടെ സൊസൈറ്റി അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ആ എൻവിറോൺമെന്റ് കൂടെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ സം ടോട്ടൽ ആണ് ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് എസ് എ മെത്തേഡ് ഇൻ ഇന്ത്യ നോക്കിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഒരു കൾച്ചർ സോഷ്യൽ കേസ് വർക്കിന് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റിനോട് അല്ലെങ്കിൽ ഒരു ചാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് എപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ റിലീജിയനും, ഹിന്ദുയിസം ആയിക്കോട്ടെ, ബുദ്ധിസം ആയിക്കോട്ടെ, നമ്മുടെ ഇസ്ലാമിസം ആയിക്കോട്ടെ, എല്ലാ ആൾക്കാരും മറ്റുള്ളവർക്ക് ഒരു കൈ കൊടുത്ത് അവരെ ബെറ്റർ ആക്കുക എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് വിശ്വസിക്കുന്ന, അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഫോളോവേഴ്സിനോട് പറയുന്ന റിലീജിയൻസ് ആണ് നമ്മുടെ എല്ലാ റിലീജിയൻസും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ സൊസൈറ്റിയിലുള്ള പുവേഴ്സ് ആയിട്ടുള്ള നീഡി ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ആ ഒരു കാര്യം എംഫസൈസ് ചെയ്യുന്ന സൊസൈറ്റിയാണ് നമ്മുടേത്. ഇപ്പോ മഹാഭാരത വാറിൽ കൃഷ്ണൻ അഡ്വൈസ് കൊടുത്ത പോലെ തന്നെയാണ് നമ്മൾ സോഷ്യൽ കേസ് വർക്കിൽ നമ്മൾ നമ്മുടെ ക്ലയന്റിന് അഡ്വൈസ് കൊടുക്കുന്നത്. ഇപ്പോ നമ്മുടെ ഹിന്ദു ശാസ്ത്രാസ് വിശ്വസിക്കുന്നത് നമ്മുടെ വെൽത്ത്, നോളജ്, വിസ്ഡം അതൊക്കെ മറ്റുള്ളവർക്കും കൂടെ ഗിവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിൽ എംഫസൈസ് കൊടുക്കുന്നതാണ് നമ്മുടെ ഹിന്ദുയിസം. അതുപോലെ ബുദ്ധിസം എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരെയും നമ്മുടെ ഫ്രണ്ട്സിനെയും നമ്മുടെ റിലേറ്റീവ്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് വിശ്വസിക്കുന്ന ഒരു റിലീജിയൻ ആണ് ബുദ്ധിസവും. അതുപോലെ ഇസ്ലാം ആയിക്കോട്ടെ മറ്റുള്ള ആൾക്കാരുടെ വെൽഫെയർ കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം, നീഡി ആയിട്ടുള്ള ആൾക്കാരെ കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇസ്ലാമിസം എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾസോ ക്രിസ്ത്യൻ മിഷണറീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ വർക്കിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അതിൽ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ അതിൽ കൊടുത്തിട്ടുള്ളതും ഈ ക്രിസ്ത്യൻ മിഷണറീസ് ആണ്. അവര് പുവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഹെൽപ്പ്, ആ ഒരു എഫേർട്ട് അത് സോൾവ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് എപ്പോഴും എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്നും ആ ഒരു ക്രിസ്ത്യൻസിന്റെ ഫോളോവേഴ്സിനോട് അതിന് വേണ്ടിയിട്ട് പറയുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു റിലീജിയൻ തന്നെയാണ് നമ്മുടെ ക്രിസ്ത്യൻ മിഷണറീസും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ മോഡേൺ പ്രൊഫഷണൽ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, നമ്മുടെ റിലീജിയൻ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് തികച്ചും ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ചാരിറ്റിയിൽ നമ്മൾ തികച്ചും ഡിഫറെന്റ് ആണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ കേസ് വർക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമ്മുടെ ചാരിറ്റി അല്ല. ചാരിറ്റി എന്ന് പറയുന്നത് എന്താ, നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ബട്ട് പ്രൊഫഷണൽ കേസ് വർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ട്രെയിൻഡ് ആയിട്ടുള്ള, നമ്മളൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി, നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഒക്കെ ചെയ്ത് അതിൽ നമ്മുടെ സ്കിൽസ്, നമ്മുടെ പ്രൊഫഷണൽ സ്കിൽസ്, പ്രൊഫഷണൽ നോളജ്, ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ ഒരു റെമ്യൂണറേഷൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രൊഫഷൻ ആയിട്ട് നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രൊഫഷണൽ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1911 NM ജോഷി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് സോഷ്യൽ സർവീസ് ലീഗ്. മുംബൈയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് അമേരിക്കൻ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ 1936 മുംബൈയിൽ സർ ദൊറാബ്ജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? സോഷ്യൽ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ
സർ ദൊറാജി ടാറ്റ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ഇന്ന് അറിയപ്പെടുന്നത് ടിസ് എന്നാണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. ദെൻ ഈ ഒരു സാഹചര്യത്തില് എന്താ ഒരു ഫുൾ ടൈം കരിയർ ആയിട്ട് ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആയിട്ട് നമ്മുടെ സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. ദെൻ തിയററ്റിക്കൽ കോഴ്സുകൾ, അക്കാഡമിക് പ്രോഗ്രാമുകളൊക്കെ 1946 ഈ ഒരു ടിസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ വർക്കിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിൽ നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.